കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന നവീകരണ പ്രവർത്തനങ്ങൾക്ക് GCDA ഇന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകിയേക്കും. കരാറില്ലാതെയാണ് നവീകരണം നടക്കുന്നതെന്നത് പുറത്തുവരികയും അഴിമതി ആരോപണം ഉയരുകയും ചെയ്ത സാഹചര്യത്തിലാണ് നവീകരണം ഏൽപ്പിച്ചതിന് പിന്നിൽ അഴിമതിയുണ്ടെന്ന് ആരോപിച്ച് പോലീസിന് കോൺഗ്രസ് പരാതി നൽകുകയും ചെയ്തത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. എന്തായാലും കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന നവീകരണ പ്രവർത്തനങ്ങൾക്ക് GCDA ഇന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകിയേക്കുമെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. കരാറില്ലാതെയാണ് നവീകരണം നടക്കുന്നതെന്ന് പുറത്തുവരികയും അഴിമതി ആരോപണം ഉയരുകയും ചെയ്ത സാഹചര്യത്തിലാണ് തീരുമാനം. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നു. നവമി, എന്തായാലും അഴിമതിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കോൺഗ്രസ്, പ്രതിപക്ഷം പരാതി നൽകിക്കഴിഞ്ഞു. ഇന്ന് എന്ത് നടപടി പ്രതീക്ഷിക്കണം? വിവരങ്ങൾ. ഭവ്യ, ഗുഡ് മോർണിംഗ്. ഇന്നലെ തന്നെ ഈ സ്റ്റേഡിയം കൊച്ചി നഗരസഭയും ഒപ്പം GCDAയിലെ എഞ്ചിനീയർമാരും വന്ന് പരിശോധന നടത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ കാണുന്ന തോട്, അതായത് ഇത് കാരക്കോണം തോടാണ്. ഈ തോടിന്റെ സംരക്ഷണ ഭിത്തി മറച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ചുറ്റുമതിൽ നിർമ്മാണം നടക്കുന്നത്. സ്വാഭാവികമായും ഈ തോടിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഈ തോട് വൃത്തിയാക്കേണ്ടതുണ്ട്. ആ സമയത്ത് JCBയും മറ്റ് വാഹനങ്ങളും ഒക്കെ പാർക്ക് ചെയ്ത് ഇവിടെ വെച്ചായിരിക്കും ഈ തോട് വൃത്തിയാക്കേണ്ടത്. അതിന് അസൗകര്യപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനൊരു തടസ്സം വരുന്ന രീതിയിലായിരിക്കും ഈ ചുറ്റുമതിൽ നിർമ്മാണം എന്നാണ് ഇന്നലെ നടത്തിയ പരിശോധനയിൽ GCDA എഞ്ചിനീയർമാരും കൊച്ചി നഗരസഭയും കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തൽക്കാലം ഈ ചുറ്റുമതിൽ നിർമ്മിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൌൺസിലർമാരടക്കം നഗരസഭയെ സമീപിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായി ഈ ചുറ്റുമതിൽ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ഇതിന്റെ സ്പോൺസറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത് CRZ മേഖല കൂടിയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത് നിയമവിരുദ്ധമാണ്, അനധികൃതമായിട്ടുള്ളൊരു നിയമ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് എന്നൊരു കാര്യം കൂടി നഗരസഭ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, കൌൺസിലർമാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചുറ്റുമതിൽ, അതിന്റെ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി അറിയുന്നത്. ഇവിടെ ഈ തോടിനടുത്തുള്ള ഈ ചെളികൾ വാരുന്നതിന് വേണ്ടി JCBയും ലോറിയും എത്തേണ്ടതുണ്ട്. ഈ സംരക്ഷണ ഭിത്തി വലിയ പൊക്കം, നമുക്കറിയാം ഇതിന്റെ പൊക്കം എത്രമാത്രമുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത്രയേറെ ഹൈറ്റിൽ ഈ ചുറ്റുമതിൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ JCBയോ ലോറിയും ഒക്കെ ഇവിടെ എത്തിച്ച് ഈ കാന കോരുന്നതിനാൽ ഈ തോട് വൃത്തിയാക്കുന്നതിന് വേണ്ടി വലിയ രീതിയിൽ തടസ്സമുണ്ടാകും. അങ്ങനെ ഈ തോടിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും കൊച്ചി നഗരത്തെ സംബന്ധിച്ച് വലിയ വെള്ളക്കെട്ടുണ്ടാകാനുള്ളൊരു സാധ്യതയുമാണുള്ളത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ GCDAയുടെ ഉദ്യോഗസ്ഥർ ഈ ഒരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പക്ഷേ സ്റ്റേഡിയത്തിന്റെ ഉള്ളിലെ പണികളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് മാസത്തിലായിരിക്കും മെസ്സി വരിക എന്ന ഒരു നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഈ സ്പോൺസർ മുന്നോട്ട് വെക്കുന്നത്. ആ ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴും വ്യക്തമാക്കുന്നത്. അതിനു മുൻപേ തന്നെ ഈ ഫിഫയുടെ അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഈ സ്റ്റേഡിയത്തെ ഉയർത്തുക എന്നതാണ് ലക്ഷ്യം. പക്ഷേ അതിന് പിന്നിൽ വലിയ അഴിമതി ആരോപണങ്ങൾ ഉണ്ടെന്ന് കോൺഗ്രസ് അടക്കം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, വലിയ വിവാദങ്ങളാണ് ഈ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സ്റ്റേഡിയം നവീകരണത്തിന് GCDA ഈ സ്പോൺസർക്ക് കൈമാറുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു കരാറില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഈ കായിക മന്ത്രിയുടെ വാക്കാലുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് GCDA ഈ സ്റ്റേഡിയം കൈമാറിയിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ വലിയൊരു അഴിമതി ഉണ്ടെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. പക്ഷേ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. സ്പോൺസർ ഇതിനു മുൻപ് തന്നെ പറഞ്ഞത് 70 കോടി രൂപ ചിലവാക്കിയാണ് ഈ സ്റ്റേഡിയം നിർമ്മിക്കുന്നതെന്ന്. ആ പണം താൻ ഒരു സേവനമായി മാത്രമാണ് കണക്കാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിൽ നിന്നും യാതൊരു ലാഭവും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. കാട് പിടിച്ചു കിടക്കുന്ന സ്റ്റേഡിയം നമ്മുടെ നാട്ടിനെ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സ്റ്റേഡിയം, അത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി തനിക്ക് 70 കോടി രൂപ മുടക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന വാദത്തിൽ തന്നെയാണ് സ്പോൺസർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ കോൺഗ്രസ് അടക്കം ആരോപിക്കുന്നത് ഇതിന് പിന്നിൽ വലിയ അഴിമതി ഉണ്ടെന്നാണ്. ഭവ്യ, എന്തായാലും ഇപ്പോൾ ഈ ചുറ്റുമതിൽ നിർമ്മാണം, ഈ തോടിനെ മറച്ചുകൊണ്ടുള്ള ചുറ്റുമതിൽ നിർമ്മാണമാണ് താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് നഗരസഭ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ സ്റ്റേഡിയത്തിനുള്ളിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ഇത് പൂർത്തിയാക്കി നവംബർ 30-നകം തന്നെ പൂർത്തിയാക്കി കൈമാറുമെന്നാണ് സ്പോൺസറിന്റെ വാക്ക്.
നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.